പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ പിതാവായ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെ സമാധാനവും സന്തോഷം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ശ്രാവണന്റെ രംഗപ്രവേശനമാണ് സുവിശേഷം നമ്മൾ വായിക്കുന്നത്. യേശുവിൻ്റെ വഴി ഒരുക്കുവാൻ വേണ്ടിയാണ് ശ്രാവണൻ വന്നത്. അവിടുത്തെ പാതകളെല്ലാം നേരെയാക്കുന്നതിന് വേണ്ടിയാണ് സ്നാപകനാൻ വന്നത്. അതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ വായിക്കുന്നത്. യേശുവിൻ്റെ മുന്നോടിയായിട്ട് വന്ന സ്നാപകനാൻ താമസ ജീവിതമാണ് നയിച്ചത്. കാട്ടിൽ താമസ ജീവിതം നയിച്ചുകൊണ്ട് കാട്ടുകിഴങ്ങുകളും അതുപോലെ തേനും എല്ലാം ഭക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ വരവിന് വേണ്ടി തന്നെ ഒരുക്കുകയായിരുന്നു. യേശു വന്നു കഴിഞ്ഞപ്പോൾ യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് രംഗപ്രവേശനം ചെയ്തത്. ജനങ്ങളിലുള്ളതായ പാപ എല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് അവരെ ജ്ഞാനസ്നാനത്തിലേക്ക് വിളിക്കുകയും അവരുടേതായ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശുവിൻ്റെ ഹൃദയങ്ങളെ അവർക്ക് വേണ്ടി ജനങ്ങളുടെ ഹൃദയങ്ങൾ യേശുവിൻ്റെ ഹൃദയത്തിന് വേണ്ടി ഒരുക്കുന്നതിന് വേണ്ടി പാവകൾ ഉപേക്ഷിക്കുവാനും പാർശ്വ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് പാപത്തിനെല്ലാം പരിഹാരം ചെയ്തുകൊണ്ടുള്ളതായ ജീവൻ നയിക്കാനുള്ളതായ ആഹ്വാനമായിട്ടാണ് ശ്രാവകനും രംഗപ്രവേശനം ചെയ്തത്. അതിനുള്ളതായ ആഹ്വാനമാണ് ശ്രാവകൻ അവർക്ക് നൽകിയത്. അപ്രകാരം അവർ വർത്തിച്ചപ്പോഴാണ് ജനഹൃദയങ്ങൾ യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ ശ്രാവകന് സാധിച്ചത്. അപ്രകാരമാണ് തൻ്റെ ദൗത്യം അദ്ദേഹം പൂർത്തീകരിക്കാൻ പരിശ്രമിച്ചത്. ശ്രാവകൻ്റെ ആഹ്വാനം ഇന്നും വളരെ പ്രസക്തമാണ്. ആ വഴികളെല്ലാം ഉപേക്ഷിക്കുക, പാവത്തിനെല്ലാം പരിഹാരം ചെയ്തുകൊണ്ടുള്ളതായ ഒരു ജീവിതത്തിലൂടെ യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. അതിനുവേണ്ടി തന്നെയാണ് ജീവിക്കുക നമുക്ക് സഭ നൽകിയിരിക്കുന്നത്. അപ്രകാരമുള്ളതായ ഒരു ജീവിതത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കുവാനും നമ്മൾ ചെയ്തു പോയിട്ടുള്ളതായ പാവങ്ങൾക്ക് പരിഹാരം അന്വേഷിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ആ ഒരു നമുക്ക് ഈ പേരിൽ ഭക്തോട് പങ്കെടുത്തുകൊണ്ട് അവനാവശ്യമായിട്ടുള്ളതായ എല്ലാ ദൈവാനുഗ്രഹം യാചിച്ചുകൊണ്ട് നമുക്ക് ഭക്തോട് പ്രാർത്ഥിക്കാം. സഹോദരന്റെ ജീവരഹസ്യത്തെ കഥാകൃതരെ കൊണ്ടാടുന്നതിന് വേണ്ടി നമ്മുടെ പാവങ്ങളോർത്ത് പരിശ്രമിച്ച് പൗരമായിട്ട് എല്ലാ പാവങ്ങൾക്കും മാപ്പപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും
സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മൾ ഇന്നത്തെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങേ പുത്രനെ എതിരേൽക്കാൻ തിരക്കത്തിൽ ഓടിയണിയുന്നവർക്ക് ലൗകികമായവ മുതൽ തന്നെ പ്രതിബന്ധമാകരുത്. എന്നാൽ സ്വർഗീയ ജ്ഞാന സമ്പാദനം ഞങ്ങളുടെ അവിടുന്ന് പങ്കാളികളാക്കാനിടയാക്കി തീർക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ ദൈവമായി ജീവിച്ച് വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകളയണമേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുകയും എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുകയും ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുകയും. അവളുടെ അടിമത്തം അവസാനിച്ചു, തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു, എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരുട്ടി ശിക്ഷ ലഭിച്ചിരിക്കുന്നു. ഒരു സ്വരം ഉയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുകയും വിജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുകയും. താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും, കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും, ദുർഘട പ്രദേശങ്ങൾ സമതലമാകും. കർത്താവിന്റെ മഹത്വം വെളിപ്പെടും, മർത്യരെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും. കർത്താവാണ് ഇതരുളി ചെയ്യുന്നത്. സദ്വാർത്തമായി വരുന്ന സിയോനെ, ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക. സദ്വാർത്തമായി വരുന്ന ജെറുസലേമെ, നിർഭയം വിളിച്ചു പറയുക. യൂദായുടെ പട്ടണങ്ങളോട് പറയുക, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. അവിടുത്തെ കരബലം ഭരണം നടത്തുന്നു. സമാധാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലം അവിടുത്തെ മുൻപിലുണ്ട്. ഇടയനെ പോലെ അവിടുന്ന് തന്റെ ആട്ടിൻകുട്ടിയെ നയിക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളോട് സാവധാനം നയിക്കുന്നു. കർത്താവിന്റെ വചനം. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവിടുന്ന് തന്റെ ജനത്തിന് സമാധാനം അരുളും. ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തന്റെ വിശുദ്ധർക്ക് തന്നെ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്യണമേ. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും, നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും, നീതി ആകാശത്ത് നിന്ന് ഭൂമിയെ കടാക്ഷിക്കും. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്യണമേ. കർത്താവ് നന്മ പ്രദാനം ചെയ്യും, നമ്മുടെ ദേശത്ത് സമൃദ്ധമായ വിളവ് നൽകും. നീതി അവിടുത്തെ മുൻപിൽ നടന്ന് അവിടത്തേക്ക് വഴിയൊരുക്കും. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്യണമേ. വിശുദ്ധ പത്രോസ് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷം പോലെയും
1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യും. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയും ഇല്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുക. കർത്താവിന്റെ വചനം. Hallelujah, 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 Hallelujah. കർത്താവിന്റെ വഴിയൊരുക്കുകയും അവന്റെ പാത നേരെയാക്കുകയും സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യും. Hallelujah, 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 Hallelujah. കർത്താവ് നിങ്ങളോടുകൂടെ. മാർക്കോസ് എഴുതിയ സുവിശേഷം. ദൈവത്തനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. പിതാ, നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. അവൻ എൻ്റെ വഴി ഒരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുമെന്ന് യേശയ്യാ പ്രവാചകൻ ഗ്രന്ഥത്തെഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിലുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപകൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. യൂദയ മുഴുവനിലെയും ജെറുസലേമിലെയും ജനങ്ങൾ അവൻ്റെ അടുത്തെത്തി. അവർ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു. അരയിൽ തോൽപ്പട്ട ചുറ്റിയിരുന്നു. വിട്ടുകിളിയും കാട്ടുതേനും ആയിരുന്നു അവൻ്റെ ഭക്ഷണം. അവന് പ്രകാരം പ്രഘോഷിച്ചു, എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു. കുനിഞ്ഞവൻ്റെ ചെരുപ്പിൻ്റെ വള്ളി അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി, അവന് പരിശുദ്ധാത്മാവരാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. കർത്താവിൻ്റെ സുവിശേഷം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശം, സത്യദൈവത്തിനുള്ള സത്യദൈവം, ജനിച്ചവനെ വിശ്വസിക്കപ്പെടാത്ത പിതാവായ സത്യദൈവമായ അവിടുന്ന് വഴി സകലം സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി. പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധനുസരിച്ച് 3-ാം ദിവസം കൊടുക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വർഗ്ഗമാർപ്പിക്കുകയും ചെയ്യും. ജീവിക്കുന്നവരെ മരിച്ചവരെയും തിരിക്കുവാൻ അവരുടെ മഹത്വത്തോടെ ജീവിക്കുന്നവർ അവർക്ക് രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവ് ജീവനാണ് പിതാവിനും പുത്രനും പുറപ്പെടുന്നവൻ, പിതാവിനും പുത്രനും ആരാധിക്കപ്പെട്ടവൻ സ്തുതിക്കപ്പെട്ടവൻ പ്രവാചകന്മാരെ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും
അപ്പോസ്തലമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകനാനുഷ്ഠാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരോടൊപ്പം ഒരാളെയും ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരൻ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആഗമന ഭക്തിയോടെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യം കൂടുതൽ ശിക്ഷയോടെ നമുക്ക് യാചിക്കാം. ദരിദ്രരുടെ സുവിശേഷം പ്രസംഗിക്കാനും ഹൃദയം തുടങ്ങിയവരെ സുഖപ്പെടുത്താനും അവിടുത്തെ ലോകത്തിലേക്ക് വന്നതുപോലെ നമ്മുടെ ഈ കാലയളവിലും സകല അഗതികൾക്ക് അവിടുന്ന് രക്ഷ പ്രദാനം ചെയ്യാൻ ഇടയാകുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ തിരുസഭയെ സന്ദർശിക്കുകയും സർവ്വത കാത്തുപാലിക്കേണ്ടതൊക്കെ തീർക്കുകയും ചെയ്യണമെന്ന് കർത്താവെ അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റോമിലെ മാർപ്പാപ്പായ്ക്കും മറ്റെല്ലാ മെത്രാന്മാർക്കും മെത്രാൻ പൈതലുള്ള എല്ലാവർക്കും അവരുടെ ആത്മീയ കൃപാദാനങ്ങളെ കൊണ്ട് അവരെ നയിക്കണമെന്ന് കർത്താവെ അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സംരക്ഷക്കാർ നമ്മളുടെ കാലഘട്ട സമാധാനപൂർണ്ണമാക്കി തീർക്കണമെന്ന് കർത്താവെ അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഭരിക്കുന്നവരുടെ മനസ്സുകൾ അവിടുന്ന് തൻ്റെ തിരുമനസ്സിനെ എല്ലാ നന്മകളും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ ദൂരീകരിക്കുകയും ദാരിദ്ര്യം അകറ്റുകയും എല്ലാ ക്ലേശങ്ങളും ഒഴിവാക്കുകയും ചെയ്യണമെന്ന് കർത്താവെ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പീഡകളാൽ വലയുന്ന എല്ലാവരെയും അവിടുന്ന് കാരണങ്ങൾ മോചിപ്പിക്കുകയും അവരെ അനുഗ്രഹിക്കാൻ ഇടയാക്കി തീർക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് എല്ലാവരെയും രക്ഷിക്കുകയും ആരും നശിച്ചുപോകരുതെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് നിരത്തിൻ്റെ പ്രാർത്ഥനകൾ ശ്രമിക്കണമേ. സമാധാനപൂർണ്ണമായ അങ്ങേ പാലനത്താൽ ലോകതയെ നയിക്കാനും ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവേ, അങ്ങേ മുൻപിൽ അപ്പവും വീഞ്ഞുമില്ല, കാഴ്ചയേകുന്നു ഞങ്ങൾ. ഈ വസ്തുക്കളെ സ്വീകരിച്ചുമ്പോടെ നിമ്മാസരങ്ങളാ മാറ്റിനമന്നു ഞങ്ങളുടെ സർവസ്വം സഹോദരരെ, നമ്മൾ അർപ്പിക്കുന്ന ഇതിലെ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ സമയത്തുമായി അങ്ങേക്കരങ്ങളിലും ഈ ബലി സ്വീകരിക്കുമാണ്. കർത്താവെ, ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ കാണിക്കകൾ വഴി ഞങ്ങളിൽ സംപ്രീതനാകണമേ. ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഞങ്ങൾക്ക് അങ്ങേ കരുണയുടെ സംരക്ഷണം സഹായമായി ഭവിക്കാൻ ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുകയും
നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യരക്ഷാകരവുമാണല്ലോ. വൃദ്ധമാഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് രക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമത് എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കാൻ മുതിരുന്ന വാഗ്ദാനം അവസാന പ്രത്യക്ഷത്തെ സ്വീകരിക്കാനിടയാക്കണമേ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരുടെ ദിശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വ്രതങ്ങളുമൊത്ത് അവിരാം പ്രവർത്തിച്ചുകൊണ്ട് അങ്ങയുടെ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിമ വിണ്ടവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, തിരുനാമത്തിൽ വരുവോനേക്ക് ധന്യവുമാണ്. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സംയുക്തമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായ പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം വിജയിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ സമയം വരെ ദുർബലമായതുവരെ അങ്ങേ നാമത്തിൽ അർപ്പിക്കപ്പെടേണ്ടതിനെ ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടിൽ നിന്നും അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങളെ രക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമൽ കാഴ്ചകളെ പരിശ്രമാക്കാൻ കഴിയണമേ. അങ്ങനെയുള്ളങ്ങായ ദൈവത്തിനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റപ്പെടുക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് എൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചെല്ലപ്പെടാതിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. വിശ്വാസത്തിൻ്റെ രഹസ്യം. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മകനീയമായ ഉയരത്തും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവിതായികവും പരിപാവനമായ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട്
അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ വിരുദ്ധക്കന്മാർക്കണമേ. അവിടുത്തെ ബലികൾ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലികൾ അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീര രക്തങ്ങളാൽ പരിപൂഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതരായും ഞങ്ങൾക്ക് സുരതി ശരീരവും സുരാത്മവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടെ ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമായി കാണിക്കുക തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവകാശം ഞങ്ങൾക്ക് ലഭിക്കാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മധ്യവേദി രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തരമായ മധ്യസ്ഥ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യേകിക്കുന്നു. കർത്താവെ, ഞങ്ങളെ നിരഞ്ജനത്തിൻ്റെയും ഒരു സർവ്വലോകത്തിൻ്റെയും ശാന്തി രക്ഷയും പരിപോഷിപ്പിക്കാനിടയാക്കണമേ. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തായോടും മെത്രാൻ പ്രതിനിധികളോടും വൈദികത്തോടും അങ്ങേ നേടിയെടുത്ത സർജനങ്ങളോടൊന്നത്തെ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്ത അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഒളിപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തെരുവുമ്പോൾ ജൽക്കുറം അങ്ങേ തെരുവുള്ളമായി കുടുംബത്തിന് അപേക്ഷകൾ ദയാപൂർവ്വം കേട്ടുകളയണമേ. കരുണവാനായ പിതാവെ, എല്ലായിടത്തും ചെതിരി കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങലേക്ക് ദയപൂർവ്വം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രതിചേരുന്ന സഹോദരരെയും അങ്ങേ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തെ ദയാപൂർവ്വം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മാറ്റത്താൽ നിത്യമായ സങ്കരത്തിലാക്കപ്പെടുന്നു നമ്മൾ പ്രത്യേകിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങേ ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ പറ്റുമതയും മഹത്വവും എന്നും എന്നേക്കും. കർത്താവ് കൽപ്പിച്ചത് പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യേകതയോടെ നമുക്കിപ്പോൾ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ തന്താരാ സ്വർഗത്തിലേക്കു നിന്നുള്ള അന്നു വീണ്ടുന്നോരാഹാരം ഞങ്ങൾക്കു നൽകുമാറായിടേണം. അങ്ങേതന്തോറും ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളെ തന്ത്രോറും നീ ക്ഷമിക്കാം. പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിവസങ്ങളിൽ സമാധാനം കരുവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യേകയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിധത്തിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരുടെ രക്ഷിത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം നിൽക്കന്മാർക്ക് അങ്ങയുടെ തിരുവിളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുവാനും ചെയ്യുന്നതെന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവം കുഞ്ഞാടിയ നീ കനിയേണം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും
കരേണമേ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ദൈവത്തിൻ്റെ കുഞ്ഞാടുന്ന ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്നവൻ ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ നാം ഒരു വാക്ക് ഉച്ചരിക്കാൻ മാത്രം മതി. എൻ്റെ ആത്മാവ് സുഖപ്രാപിക്കുന്നു. യേശുവേ എൻ്റെ ഉള്ളിൽ സ്നേഹമേ ആത്മഭാഗ്യമേ എൻ മനം കാത്തിരിപ്പു നിസ്വരം കാതോർത്തിരിപ്പു സൗഖ്യനായക നീ വരേണമേ യേശുവേ എൻ്റെ ഉള്ളിൽ സ്നേഹമേ ആത്മഭാഗ്യമേ നീറും ഹൃദയത്തിൽ നീ കുളിർത്തന്നലാ നീറും ഹൃദയത്തിൽ നീ കുളിർത്തന്നലാ നീയടങ്ങിൻ്റെ കണ്ണുനീരം
നിന്മാറി ചെയ്തിടുമോ യേശുവേ എൻ്റെ ഉള്ളിൽ സ്നേഹമേ ആത്മഭാഗ്യമേ എൻ മനം കാത്തിരിക്കും നിൻ സ്വരം ആരോപിപ്പു സൗഖ്യനായക നീ വരേണമേ യേശുവേ എൻ്റെ ഉള്ളിൽ സ്നേഹമേ ആത്മഭാഗ്യമേ. വിവാഹ പരസ്യം. ഈ ഇടവക ശ്രാമ്പിക ജോർജിൻ്റെയും ഏലീശയുടെയും മകൾ മേരി മിനുവും പെരുമ്പുള്ളി കുടുംബം പള്ളി ഇടവക മുതലക്കുഴി വർഗീസിൻ്റെയും ലിസിയുടെയും മകൻ റോബിനും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഇത് ഒന്നാമത്തെ അറിയിപ്പാകുന്നു. ഈ വിവാഹത്തിന് കാരുണ്യമായ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ അറിയിക്കേണ്ടതാണ്. ജെറുസലേമിൽ ഉണരുക, ഉന്നതത്തിൽ നിലകൊള്ളുക. നിന്റെ ദൈവത്തിൽ നിന്ന് നിന്റെ വക്കിലേക്ക് വരുന്ന ആരെന്ന് കണ്ടാലും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മീയ പോഷണമാവുന്ന ഭോജനത്താൽ നിറഞ്ഞ് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവരഹസ്യത്തിലെ പങ്കാളിത്തം വഴി ലൗകികമായോ ശരിയായി വിലയിരുത്താനും സ്വർഗീയമായവ മുറുകെ പിടിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. എല്ലാ സ്വർഗീയതാരം ഞങ്ങളിലേക്ക് വർഷിക്കുന്ന പൈശശക്തികളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പൂർവ്വയിൽ ദൈവപൂജ സമാപിച്ചു. സ്വസ്തി സുലോകരാണി മാലാഖമാരുടെ റാണി നിന്നാഗതമായി നമ്മെ രക്ഷകദൈവം കണ്ണേ മഹത്വം പിറന്ന ഭംഗി മനോഹരമായി കണ്ണേ മഹത്വം പിറന്ന ഭംഗി മനോഹരമായി സ്വസ്തി